ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി കസ്റ്റംസ് പിടിച്ചെടുത്ത കാർ വിട്ടു നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നടൻ ദുൽഖർ സൽമാന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കസ്റ്റംസ് നടപടിയെന്നും തെറ്റായ പ്രചാരണങ്ങൾ വഴിവെച്ചു എന്നുമാണ് ദുൽഖറിന്റെ ആക്ഷേപം. ദുൽഖറിന്റെ ഉടമസ്ഥതയിലുള്ള 3 കാറുകളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ നേരത്തെ ഹൈക്കോടതി കസ്റ്റംസിനോട് വിശദീകരണം തേടിയിരുന്നു. ശ്യാംകുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്യാം, പറയൂ, ഇന്നിപ്പോൾ ഏത് രീതിയിലാണ് ഇതിന്റെ ഒരു ഹർജി പരിഗണിക്കുന്നത്? എപ്പോഴാകും അത്? എന്തെല്ലാം കാര്യങ്ങളാണ് നടൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്? സ്മിത, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദുൽഖർ സൽമാൻ ആവശ്യപ്പെട്ടത് ഈ നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തി കസ്റ്റംസ് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കൃത്യമായ നിയമ നടപടികൾ പൂർത്തിയാക്കി താൻ വാങ്ങിയ വാഹനങ്ങൾ ഈ ടാക്സ് വെട്ടിച്ച് വാങ്ങി എന്നുള്ള രീതിയിൽ, കള്ളക്കടത്ത് വാഹനം എന്നുള്ള രീതിയിൽ പിടിച്ചെടുക്കുമ്പോൾ അത് തനിക്ക് വലിയ രീതിയിൽ അപമാനം ഉണ്ടാക്കുന്നു. ഇതിൽ ഇടപെടണം എന്നുള്ളതായിരുന്നു പ്രാഥമികമായ ആവശ്യം. ഈ കാര്യത്തിലാണ് കോടതി കസ്റ്റംസിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തത്. ഇന്ന് കസ്റ്റംസ് കോടതിയിൽ വീണ്ടും റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഏത് വഴിയിലാണ് ദുൽഖർ സൽമാന്റെ കയ്യിൽ ഈ വാഹനം എത്തിയത് എന്നും ഈ വാഹനം എത്തുമ്പോൾ ദുൽഖർ സൽമാൻ പറ്റിക്കപ്പെട്ടിരുന്നോ, വാങ്ങുമ്പോൾ പറ്റിക്കപ്പെട്ടിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കസ്റ്റംസ് കോടതിയിൽ വ്യക്തമാക്കും. ഏതായാലും ദുൽഖർ സൽമാന്റെ വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും കൂടുതൽ വാഹനങ്ങൾ ദുൽഖറിന്റെ കയ്യിലേക്ക് ഈ രീതിയിൽ എത്തിയിട്ടുണ്ട്, ഭൂട്ടാനിൽ നിന്ന് എത്തിയിട്ടുണ്ട് എന്ന് കസ്റ്റംസ് പറയുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നടൻ തനിക്ക് അപമാനം ഉണ്ടാകുന്നു എന്നുള്ള രീതിയിൽ കോടതിയെ സമീപിച്ചത്. ഏതായാലും കസ്റ്റംസിന്റെ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ എത്തുമ്പോൾ മാത്രമാകും എന്ത് നിലപാടാണ് കസ്റ്റംസ് ഇക്കാര്യത്തിൽ കേസിൽ സ്വീകരിക്കുക എന്ന് വ്യക്തമാകുകയുള്ളൂ. ശരി, എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.